നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിന്റെ ശബ്ദം കേൾക്കുവാൻ ഞാൻ കൊതിക്കുന്നു, നിന്റെ മുഖം എൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും മായില്ല. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വായന നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ നാമം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ഈ വായന കാണുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ നമുക്ക് കാണാൻ കഴിയുന്ന വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളോടുള്ള ഈ വിശ്വാസമാണ്. അതായത് ഈ വ്യക്തിക്ക് നിങ്ങളോട് എല്ലാ കാലഘട്ടത്തിലും എല്ലായ്പ്പോഴും വിശ്വാസമാണ്. ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും നിങ്ങളുടെ രൂപം മായുന്നില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി എല്ലാ തരത്തിലും നിങ്ങളുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് ജീവിച്ചു പോകാൻ തന്നെയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ സത്യമാണ്. ഈ വ്യക്തിക്ക് ഒരു കാര്യം മാത്രമേ നിങ്ങളോട് പറയുവാനുള്ളൂ: ഈ വ്യക്തിയെ ഉപേക്ഷിച്ചു പോകരുത്. ഇവിടെ പലതരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നുണ്ട്. അത് ഭൗതികപരമായിട്ടുള്ള മാറ്റമായിരിക്കാം, അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങളും ആയിരിക്കാം. ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ നമുക്ക് തന്നുകൊണ്ട് നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് പ്രപഞ്ചശക്തി ചെയ്യുന്നത്. ആ ഒരു കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ പലതരത്തിലുള്ള, അതായത് അത് മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥനകൾ, ദൈവത്തോടടുക്കുക, പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുക, അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നതാണ്. അത് മാത്രമല്ല നമുക്ക് കാണാൻ കഴിയുന്നത് ഭൗതികപരമായിട്ടുള്ള മാറ്റങ്ങളാണെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, ശാരീരിക അസ്വസ്ഥതകളോ അങ്ങനെ എന്തെങ്കിലും മനസ്സിനെയോ ശരീരത്തിനെയോ അലട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്തരം നെഗറ്റീവ് എനർജികൾ മുഴുവനുമായും ഒഴിഞ്ഞു പോകും. അപ്പോൾ ഈ വ്യക്തിക്ക് രണ്ട് തലത്തിലും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഭൗതികമായിട്ടും അതുപോലെ ആത്മീയമായിട്ടും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് മുന്നോട്ട് വരാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുന്നോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സന്തോഷകരമായി തന്നെ മുന്നോട്ട് വരാനാണ് ശ്രമിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ വേണ്ടാന്ന് വെക്കാൻ സാധിക്കുകയില്ല. ഈ വ്യക്തിക്ക് മനസമാധാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ മാത്രമാണ്. ഈ വ്യക്തി പലതരത്തിലും നിങ്ങളെ സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളോട് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകൾക്ക് സത്യത്തിൽ പറഞ്ഞാൽ ക്ഷമ ചോദിച്ചിട്ടുണ്ട്, ക്ഷമ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള അഹങ്കാരപൂർണമായിട്ടുള്ള സ്വഭാവ രീതി തന്നെയാണ് ഈ വ്യക്തിയെ പുറകിലേക്ക് വലിക്കുന്നത്. എന്നാൽ ഈ വ്യക്തി വലിയൊരു ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ വലിയൊരു മാറ്റം കൂടിയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വാസത്തെയാണ് ഈ വ്യക്തി മുറുകെ പിടിക്കുന്നത്. കാരണം നിങ്ങൾ ഒരു കാരണവശാലും എത്രമാത്രം ഈ വ്യക്തിയിൽ നിന്നും അകലേക്ക് പോയാലും നിങ്ങൾ ഈ വ്യക്തിയെ ഉപേക്ഷിക്കുകയില്ല. അതുമാത്രമല്ല നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ചിന്തകളിൽ മറ്റൊരു വ്യക്തിയെ പ്രതിഷ്ഠിപ്പിക്കുകയുമില്ല എന്നുള്ള സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം ഈ വ്യക്തിക്ക് അറിയാം എന്നുള്ളതാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. ഈ വ്യക്തിക്ക് ഒരു കാര്യം മാത്രമേ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പുറകിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ റിയാലിറ്റി ചെക്കാണ് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതായത് യാഥാർത്ഥ്യം എന്താണെന്നും തനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്നും ഈ പ്രണയബന്ധത്തിൽ എന്തൊക്കെയാണ് കാത്തു സൂക്ഷിക്കേണ്ടതെന്നും എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ വ്യക്തി ആധികാരികമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലൂടെ ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ആ മാറ്റങ്ങളിലൂടെ വിജയങ്ങൾ കൊണ്ടുവരാനും ഈ പേഴ്സണെ കൊണ്ട് കഴിയുന്നുണ്ട്. അതുമാത്രമല്ല ഈ വ്യക്തി പലതരത്തിലും നിങ്ങളെ മാറ്റി നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റി നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലാണ്.
അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ വളരെയധികം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട കാലഘട്ടമായിരിക്കാം, മോശപ്പെട്ട വ്യക്തികളുടെ അടുത്തു നിന്നായിരിക്കാം നിങ്ങളെ കാത്തു സൂക്ഷിക്കണമെന്ന് അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും നിങ്ങളെ സംരക്ഷിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയോട് കൂടി നടക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ചില സമയങ്ങളിൽ നിങ്ങളോട് ദേഷ്യപ്പെടുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുമായിരിക്കാം, കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരിക്കാം. ഇതൊന്നും നിങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ ബെസ്റ്റ് വെർഷനിലേക്ക് പോകാൻ വേണ്ടി തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ നിറവിന്റെ സാന്നിധ്യമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിറവ് വരുവാൻ വേണ്ടി ഈ വ്യക്തി എല്ലാ തരത്തിലുള്ള പ്രയത്നങ്ങളും എടുക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ എല്ലാ തരത്തിലുള്ള പ്രയത്നങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ പലതരത്തിലുള്ള പോസിറ്റീവ് മാറ്റങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ പ്രയത്നങ്ങളിലൂടെ നമുക്കിവിടെ ലഭിക്കുന്നത് വളരെയധികം പോസിറ്റീവ് റിസൾട്ടുകളും കൂടിയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ഊർജ്ജമാണ്. അപ്പൊ വെള്ളത്തിന്റെ ഊർജ്ജം എന്ന് പറയുന്നത് ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ വെള്ളത്തിന്റെ ഊർജ്ജം എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഇമോഷണൽ പരമായിട്ടുള്ള കാര്യമാണ്. മാനസികപരമായിട്ട് വളരെ ഇമോഷൻസ് മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ മാനസികപരമായിട്ട് എല്ലാ തരത്തിലും നല്ല നല്ല കാര്യങ്ങൾ നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഇമോഷണൽ ആവുക, ഒരു വ്യക്തി വൈകാരികമായി ഇമോഷണൽ ആവുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീരിറ്റു വീഴുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അത് ഈ വ്യക്തിയോടുള്ള, അതായത് നിങ്ങളോടുള്ള സ്നേഹത്തെയാണ് അവിടെ പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ചും ഈ പ്രണയബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം പോസിറ്റീവാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഒരുപക്ഷെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ നിങ്ങളോട് സംസാരിക്കാനോ കഴിയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം ഈ വ്യക്തി ഉള്ളത്. ഒരുപക്ഷെ ഒരുപാട് ദൂരെ ആയിരിക്കാം ഈ വ്യക്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളുമായി മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തി ടെലിപ്പതി കമ്മ്യൂണിക്കേഷനിലൂടെ സാധ്യമാക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വ്യക്തി നിങ്ങളോട് പറയുന്നതായിട്ട് സങ്കല്പിക്കുന്നു എന്നുള്ളതാണ്. അതിലൂടെ ടെലിപ്പതിക്കൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നു, യാഥാർത്ഥ്യമാക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ വ്യക്തിക്ക് പറയാനുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തി മന്ത്രിച്ച് തരുന്നതായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാകാം. ആരോ മന്ത്രിക്കുന്നതായിട്ട് നിങ്ങളുടെ ചെവിയിലോ നിങ്ങളുടെ മനസ്സിലോ ആരോ മന്ത്രിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഓർക്കുന്ന തരത്തിൽ, ഈ വ്യക്തിയെ വല്ലാതെ മിസ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം, ദിനം പ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ സ്വപ്ന ദർശനങ്ങളിൽ ഈ വ്യക്തി വരുന്നുണ്ടാകാം. ഈ വ്യക്തിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഒരു വാക്ക് പോലും വിടാതെ പറയുന്നുണ്ടാകാം. ഇതെല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ വ്യക്തിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് സമാധാനമാണ്. കാരണം ഇവിടെ പലവരും ഈ വ്യക്തിയെ തകർക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് സമാധാനവും അതിനോടൊപ്പം തന്നെ പ്രയത്നവുമാണ് ഈ വ്യക്തിക്ക് വേണ്ടത്. പ്രയത്നത്തിലൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ കീഴ്പ്പെടുത്താനും എന്തൊക്കെയോ കാര്യങ്ങൾ സ്വന്തമാക്കാനുമാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ വ്യക്തിയുടെ ജോലി സംബന്ധമായ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളോ ആയിരിക്കാം. അതിൽ ഈ വ്യക്തി കഴിയുന്നത്ര സ്വന്തം കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് അതിലേക്ക് ഒരു വിജയത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വിജയം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ എന്നേക്കുമായിട്ടുള്ള വിജയമായിരിക്കും. അതിലൂടെ നിങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാനുമുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആത്മവിശ്വാസവും കൂടി ഈ വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. അത് ഈ വ്യക്തി ഏർപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ജോലിയോ പ്രൊജക്റ്റോ ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സോ ആയിരിക്കാം. ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ പറയുന്ന ഒരു കാര്യമാണെങ്കിൽ ഈ വ്യക്തിക്ക് വളരെ നന്നായി നിങ്ങളിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ഷമാശക്തിയാണ്. അതായത് ഈ വ്യക്തി പലപ്പോഴും നിങ്ങളോട് ദേഷ്യപ്പെട്ട് പെരുമാറിയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ഈ പ്രണയബന്ധം നിന്നു പോകുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ സംഭവിച്ചിട്ടുണ്ടാകണം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ നിങ്ങൾ വിചാരിക്കും ഇതോടുകൂടി എല്ലാം അവസാനിക്കും എന്നൊക്കെ വിചാരിക്കുമായിരിക്കാം. പക്ഷേ ഈ വ്യക്തി ഒരിക്കലും
അത് അവസാനിപ്പിക്കുകയില്ല എന്നുള്ളത് നമുക്കിവിടെ വളരെ വ്യക്തമായും സ്പഷ്ടമായും കാണുവാൻ സാധിക്കുന്നു. കാരണം നിങ്ങളിലെ ആ ഒരു വിശ്വാസം അത് ഈ വ്യക്തിക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങളിലെ ആ ഒരു കോൺഫിഡൻസും ഈ വ്യക്തിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ പ്രണയബന്ധം ഒരിക്കലും തകർത്തെറിയുവാൻ ഈ വ്യക്തി സമ്മതിക്കുകയില്ല, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ സ്ക്രീനിൽ, ഈ വായനയുടെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.